നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മീൻകറിയാണ്, ഗോവൻ ഫിഷ് കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആവോലി മീൻ മുറിച്ച് വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇനി കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി മിക്സിയിലെ ഒരു ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പിരിയൽ മുളക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. 2 കഷ്ണാക്കിയിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർക്കാം. ഇത് വറുക്കാത്ത മല്ലിയാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കാം. 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാളേന്റെ പകുതി അരിഞ്ഞ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഒരു ചെറിയ ഉരുള പുളി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഇത് അരക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ജസ്റ്റ് മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്തൊരു ചട്ടി വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഉള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ചെടുത്തത് ചേർക്കാം. ഇത് കുറച്ച് സെക്കൻഡ്സ് ഇളക്കി വഴറ്റാം. ഒരു 10-15 സെക്കൻഡ്സ് വഴറ്റാൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് ചാറിന് വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു പച്ചമുളക് മുറിച്ച് ചേർക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം. കുരുമുളക് ചേർത്തിട്ടുണ്ട് എരിവിന്. ഇനി ഇതിലേക്ക് ഗോവൻ ഫിഷ് കറി ചേർക്കുന്ന ഒരു സ്പെഷ്യൽ സ്വീറ്റ് ആൻഡ് സോർ പുളിയാണ്. ഇതിനെ കൊക്കം എന്നൊക്കെ പറയും. ഇതൊരു 4 എടുത്തിട്ടുണ്ട്. ഇത് കിട്ടുമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കി ചെയ്യാം. ഇത് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഈ ഗ്രേവി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ച ആവോലി മീൻ കഷ്ണം ചേർക്കാം. മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണമെല്ലാം വെന്ത് മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് വേവാൻ വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഒരു വട്ടം തുറന്ന് ചട്ടി ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ആദ്യം കഷ്ണം എടുത്ത് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇതില് കറിവേപ്പിലയും മല്ലിയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേണ്ടുന്നവർക്ക് ചേർക്കാം. ഇതിന്റെ മേലെ ഒരു പച്ചമുളക് മുറിച്ചത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.